ഹലോ. ഇന്ന് നമ്മളൊരു പ്രത്യേക ചിന്തയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ചില കുറിപ്പുകൾ നോക്കിയപ്പോൾ അതിലൊരു പ്രധാന ചോദ്യം ഇതാണ്: നമ്മൾ എന്തിനാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആ അതൊരു വളരെ പ്രസക്തമായ ചോദ്യം തന്നെ. അതെ. ഇതിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ പുണ്യങ്ങളെ കാണുന്ന രീതി, അതുപോലെ നമ്മുടെ നല്ല പ്രവൃത്തികൾക്ക് പിന്നിലെ ശരിക്കുള്ള കാരണം എന്താണ്? അതാണ്. ഉം, സമൂഹം പൊതുവെ നന്മയൊരു സാധാരണ കാര്യമെന്നതിലുപരി എന്തോ ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്, അല്ലേ? ശരിയാണ്. ഒരു എക്സെപ്ഷൻ പോലെ. അതെ. അപ്പോ ഈ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ വലിയ ധൈര്യം കാണിക്കുന്നതോ അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതോ ഒക്കെ അതൊരു തരം എന്താ പറയുക, ഒരു ഫൈൻ അടയ്ക്കുന്നത് പോലെയാണെന്ന് നിങ്ങളുടെ കുറിപ്പിലൊരു വാദമുണ്ട്. നമുക്കതിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ? തീർച്ചയായും. ആ ഒരു ആശയം അത് ശ്രദ്ധേയമാണ്. നമ്മൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ സ്വാഭാവികമായി വരുന്ന ഒന്നല്ല. അല്ല. മറിച്ച് ഒരു കടമ നിറവേറ്റുന്നത് പോലെ. ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി അങ്ങനെയുമാകാം. ആ പരേഡിന്റെ ഉദാഹരണം പറഞ്ഞില്ലേ, നിർബന്ധമായും പോകേണ്ട ഒരിടത്ത് പോയില്ലെങ്കിൽ ഫൈൻ അടയ്ക്കാൻ തയ്യാറാകുന്നതുപോലെ. ഒരുപക്ഷെ നമ്മളറിയാതെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണോ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? അതാണ് ഈ ചിന്ത ചോദിക്കുന്നത്. ശരിയാണ്. ആ താരതമ്യം അത് കൊള്ളാം. വെറുമൊരു ഫൈൻ അടയ്ക്കൽ മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ക്ഷമാപണം പോലെ. അതെ അതെ. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള എന്തെങ്കിലും കുറവ്, അതിനെ ഒന്ന് കുറച്ചു കാണിക്കാൻ ഒരു ലഘൂകരണം പോലെ. അതും നിങ്ങളുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. കുറച്ചുകൂടി ഒരു തീവ്രമായ ഉദാഹരണം അതിലുണ്ട്. ശാരീരികമോ മാനസികമോ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് പ്രത്യേക പരിചരണം കിട്ടാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരുന്നത് പോലെ. അത് കുറച്ച് കഠിനമായ താരതമ്യമാണ്. അതെ. അപ്പോ ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമ്മുടെ പുണ്യങ്ങളെന്ന് പറയുന്നത് ഒരു തരം പ്രായശ്ചിത്തങ്ങളാണോ? അങ്ങനെയാണ് ഈ ചിന്ത പോകുന്നത്. പക്ഷേ ഇതിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചിന്തയുടെ ഉടമ ശരിക്കും ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അതായത് ജീവിതം മുഴുവൻ ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് തീർക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഷോ അല്ല, അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ശരി. അപ്പോ ഇവിടെ ഒരു പ്രധാന പോയിന്റ് വരുന്നുണ്ട്. ഭയങ്കര തിളക്കമുള്ളതും എന്നാൽ വല്ലപ്പോഴും മാത്രമുള്ളതുമായ നന്മയുടെ പ്രകടനങ്ങൾ. അതിനേക്കാൾ നല്ലത് ഒരു പക്ഷേ അത്ര തിളക്കമില്ലെങ്കിലും സ്ഥിരതയുള്ള യഥാർത്ഥത്തിലുള്ള ഒന്നാണ്. അതായത് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ വല്ലപ്പോഴും ചെയ്യുന്ന വലിയ വലിയ പുണ്യങ്ങളെക്കാൾ നന്മ എന്നത് നമ്മുടെ ഒരു സ്വഭാവമാകണം, നമ്മുടെ ഒരു ഭാഗമാകണം. അപ്പൊ പുറമേ കാമിക്കുന്ന മിനുക്കുപണികളോ അല്ലെങ്കിൽ ഇടയ്ക്കിടെ ചെയ്യുന്ന എന്തെങ്കിലും കറപ്ഷൻസ്, അതൊന്നുമില്ലാത്തൊരു സ്വാഭാവികമായ അവസ്ഥ, അതാണോ ഇതിൽ പറയുന്നത്? അതെ, കൂടുതൽ എന്താ പറയുക, ആത്മാർത്ഥമായൊരവസ്ഥ. പക്ഷേ ലോകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാഹ്യസമ്മർദ്ദം കൊണ്ടാണോ ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലില്ല, ഇതൊരു എല്ലാവർക്കും ബാധകമായൊരു നിയമമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. ഇതൊരു മനുഷ്യന്റെ ഒരു പ്രവണതയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഓക്കെ, മനസ്സിലായി. ചിലപ്പോ സാമൂഹികമായ സമ്മർദ്ദമുണ്ടാവാം, അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ. അത് നമ്മുടെ പ്രവൃത്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണം. തീർച്ചയായും സ്വാഭാവികമായ അനുകമ്പ, സ്നേഹം, അതിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് നല്ല പ്രവൃത്തികളുണ്ട്, അതിനെ കുറച്ചു കാണുകയല്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരു ബാധ്യത തീർക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. അതിനാണ് ഈ ചിന്ത പ്രേരിപ്പിക്കുന്നത്. അതാണ് വ്യത്യാസം, പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന നന്മയും. അതെ, ഈ പറഞ്ഞ പിഴ, ക്ഷമാപണം, പ്രായശ്ചിത്തം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഒരു ഭാഗമായി വരുന്ന നന്മയും തമ്മിലുള്ള വേർതിരിവ്. അതെ, ആ രണ്ടാമത്തേതാണ് കൂടുതൽ യഥാർത്ഥമായിട്ടുള്ളത്. അതിനൊരു സ്ഥിരതയുണ്ടാകും, അതങ്ങനെ സ്വാഭാവികമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. വ്യക്തമായി. അപ്പോ നന്മ എന്നത് ഒരു പ്രകടനമല്ല, അതൊരു അവസ്ഥയായിരിക്കണം. ശരി, നമ്മൾ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ അവസാനമായി ഒരു നല്ല കാര്യം ചെയ്തതൊന്ന് ഓർത്തു നോക്കൂ. ആ ചെയ്ത പ്രവൃത്തി അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെ സ്വാഭാവികമായിട്ട് വന്ന ഒന്നായിരുന്നോ? അതോ അതൊരു കടമ തീർക്കുന്നതുപോലെയോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നോർത്തോ? അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം ഒഴിവാക്കാനോ
വേണ്ടി ചെയ്ത ഒന്നായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? ഇതിനെക്കുറിച്ച് ഒന്ന് തനിയെ ആലോചിച്ച് നോക്കാവുന്നതാണ്.